ഹലോ ഗൈസ്, എല്ലായിടത്തും എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ, കറണ്ടൊക്കെ ഉണ്ടോ? മഴ ഉണ്ടോ എന്ന് ചോദിക്കുന്നേക്കാളും കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ 2 ദിവസമായിട്ട് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെയാണ് കറണ്ട് വന്നത്. ഞങ്ങൾ ഇരുട്ടത്തായിരുന്നു. രാവിലെ കാപ്പി കഴിച്ചു കേട്ടോ. അപ്പം മുട്ടക്കറിയുമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ അമ്മ ഇന്ന് വരുമെന്ന് പറഞ്ഞേ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അരി എടുത്ത് അടുപ്പത്തിട്ട് കേട്ടോ. ഭയങ്കര പുകയായിരുന്നു. കണ്ണിലങ്ങ് അടിച്ചു കയറി പുകയൊക്കെ. കണ്ണ് നീർ. അകത്ത് അടുപ്പുണ്ടെങ്കിൽ ഒരു പ്രശ്നമാണ് കേട്ടോ. ഈ പുകയെല്ലാം ചുറ്റി ചുറ്റി ഇവിടെ തന്നെ. അതും കുഞ്ഞടുക്കളയാണ്, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ. ഞാൻ പിന്നെ ഡോറൊക്കെ തുറന്ന് ജനലൊക്കെ തുറന്നിട്ട് കേട്ടോ. എന്നിട്ടും അവിടെ ഭയങ്കര ചില വിറകിന്റെ പ്രത്യേകത ആയിരിക്കും കേട്ടോ. പുകയുള്ള വിറകുണ്ട്, അങ്ങനത്തെ വിറകൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു പീസ് ചക്ക ഇന്നലെ വലിയമ്മ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ വെട്ടിപ്പറിച്ച് ഫ്രിഡ്ജ് വെച്ചായിരുന്നു. അത് പിന്നെ എടുത്ത് ഞാൻ രാവിലെ ഇരുന്ന മീൻ ഞാൻ വൈകിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വൈകുന്നേരമാണ് മീൻ വരുന്നത്. രാവിലെ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ മീൻ വരും, ചിലപ്പോൾ വരത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കറണ്ട് പോയാൽ പിന്നെ വരികയില്ല, അത് നോക്കുകയും വേണ്ട. ഞാൻ നല്ലതായിട്ട് ബുദ്ധിമുട്ട് കേട്ടോ. ഇപ്പോൾ കറണ്ട് പോയപ്പോൾ വെട്ടവും വെളിച്ചോ ഒന്നുമില്ല. പിന്നെ ഞാൻ ചക്കയ്ക്ക് അരയ്ക്കാനായിട്ട് തേങ്ങ തുരുമാണ്, തേങ്ങ തിരുവി പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തത്. ഒരല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. പിന്നെന്താ പച്ചമുളക്, ജീരകം, മഞ്ഞപ്പൊടി, ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ ഇട്ടങ്ങ് അടിച്ചെടുത്ത് നമ്മൾ കുക്കറിലോട്ടിട്ട് അങ്ങ് വെച്ച്. പിന്നെ അതിനുശേഷം ഞാൻ മീൻ വെട്ടിക്കൊണ്ട് വന്നായിരുന്നു. ചാളയായിരുന്നേ. ചാളയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമെന്നോ, ഇവിടെ ചാളയെന്നാണ് പറയുന്നത്. മത്തിയുടെ ഒരു ടൈപ്പ്. മട്ടൻ വാങ്ങിയതിന് ശേഷം ഞാൻ ഇന്നാണ് മീൻ വെക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അതുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വാങ്ങിക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്താ മീൻ അരച്ചെടുത്തു, പച്ചക്കാണ് ഞാൻ അരച്ചത്. പിന്നെ പുളി കണ്ടാൽ പിന്നെ എന്ന് ഞാൻ മീൻ അരയ്ക്കുമ്പോൾ എൻ്റെ ജോലിയാണ് കേട്ടോ ഇതേപോലെ എടുത്ത് കഴിക്കുക എന്നുള്ളത്. പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ്. ഈ തോട് പുളിയും വാളംപുളിയും എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും കേട്ടോ. ഏതാണ് തോട്, ഏതാണ് വെച്ചേ വാളംപുളി എന്ന് പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. പല സ്ഥലത്തും തിരിച്ചൊക്കെയാണ് പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെന്താ, ഞാൻ മീൻ അരച്ചെടുത്തു. പിന്നെ മീൻ ഞാൻ മുഴുവനോടെയാണ്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, മഴ ശകലം മാറി നിൽക്കുന്നത് കേട്ടോ. ഇത്രയും ദിവസം ഡെയിലി തോരാതെ പെയ്തുകൊണ്ടിരിക്കുവാണ്. അതേപോലെ ഇവിടെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല. ഈ മുളകിന് ഇവിടെ പറയുന്നതാണ് ഒടങ്കല്ലി മുളക്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒടങ്കല്ലി എന്നുള്ള മുളകിന്റെ പേര്? ഇതിന് നല്ല മണമായിരിക്കും കേട്ടോ. മണമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മണമായിരിക്കും. അത് മുളകിട്ടും വെച്ച് മീൻ കറിക്കുന്ന ആ ടേസ്റ്റ് വരത്തില്ല കേട്ടോ. നമ്മൾ ഈ തേങ്ങ അരച്ചിരിക്കുന്ന മീൻ കറിക്കാണ് ആ മുളകിന്റെ മണവും പിന്നെ മുരിങ്ങ തണ്ടും അതൊക്കെ ഇട്ട് വെക്കുമ്പോൾ സൂപ്പറാണ്. മുളകിട്ട മീൻ കറിയും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അത് ചില മീനുകൾ നമുക്ക് മുളകിട്ടല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ അമരയ്ക്ക കുറച്ചിരുന്നേ, അതെടുത്ത് അരിഞ്ഞിട്ട് തോരത്തിനാക്കി കുറച്ച്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ തേങ്ങ ഇല്ലായിരുന്നു. പിന്നെ തേങ്ങ പൊതിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ജോലിയാണ്. പിന്നെ തേങ്ങയും പൊക്കിക്കൊണ്ട് പോയി പൊതിക്കാൻ. അപ്പോഴാണ് അബി അവിടെ കിടന്ന് വിളിക്കുന്നത്. കുറേ കുരങ്ങന്മാർ വന്നു കേട്ടോ. ഇവിടെ കുരങ്ങൻ ശല്യം നല്ല പോലെ ഉണ്ട് കേട്ടോ. പന്നി, കുരങ്ങൻ. നിങ്ങൾ വിചാരിക്കും കാട് ഏരിയ ആയതുകൊണ്ടാണ്. അതെ, കാട് ഏരിയ ആണ്. അങ്ങനെ പിന്നെ എന്താ, നമ്മുടെ കാര്യത്തിലോട്ട് വന്നാൽ അത് തേങ്ങയൊക്കെ ഞാൻ അടച്ചിട്ട് പിന്നെ കുറച്ച് മോരുണ്ടായിരുന്നു. മോരല്ലേ ഇത്, തൈരുണ്ടായിരുന്നു. അത് പിന്നെ ഞാനങ്ങ് മോര് കറി ആക്കി കേട്ടോ. ഒക്കെയാണ് ഉച്ചയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.